ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പനീർ ഗ്രീൻ പീസ് മസാലക്കറിയാണ്. ഇതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീറും ബട്ടറും നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഫ്രൈ ആയാൽ മതി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ വഴറ്റിയ ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തത്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇനി ഇതിലേക്ക് 2 തക്കാളി നല്ലവണ്ണം പഴുത്തത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി വഴറ്റി വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ നമുക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായതിനു ശേഷം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 തക്കോലം, 2 ഏലക്കായ, 1 കറുവാപ്പട്ട, 2 ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഇത് മറന്നുപോയതാണ്. ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്തിരുന്നു. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് 10 കാഷ്യൂനട്ട് ചേർത്ത് അരച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതായിരുന്നു. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവാൻ 3-4 മിനിറ്റ് മതി. ഗ്രീൻ പീസ് വന്ന ശേഷം നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് വന്നിട്ടുണ്ട്. ഇനി പനീർ ഇട്ട് കൊടുക്കാം. പനീറിന് ഇതുപോലെ 2-3 മിനിറ്റ് മതി വെന്ത് കിട്ടാൻ. ഇപ്പോൾ കറി നന്നായി യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം മസാലക്കറിയുടേത്. അവസാനം കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് വിതറി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അവസാനം കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത്
ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ മസാലക്കറി തയ്യാറായി. ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.